അടിപൊളിയായിട്ടുണ്ട്. എടാ ഞാൻ വൈറലാവുമല്ലോ അല്ലേ? നമ്മളെ തെക്കേലെ ബിന്ദുവിനെ അറിയോ? ബിന്ദുവിനെ വൈറലാക്കിയത് ആരാണ്? ഞാനാണ്. ആ കേസ് ഇപ്പോഴും നടക്കുകയല്ലേ? അല്ല, അതേപോലെ ഒരുപാട് കേസുകള് എന്റെ അടുത്ത് വൈറലാവാൻ വേണ്ടി വന്നിട്ടുണ്ട്. ചേച്ചി ഞാൻ നമ്മൾ ഇരിപ്പോഷം വെച്ചാണ് എന്റെ റീൽസിലൂടെ ഞാൻ ചേച്ചിയെ വൈറലാക്കുന്നത്. എങ്ങനെയെങ്കിലും എന്നെ വൈറലാക്കി തരണേടാ. ഉറപ്പല്ലേ, ഇതിനിപ്പോ എത്ര കേ കയറുന്നെന്ന് ചേച്ചി നോക്കണം. പക്ഷെ ഞാനൊരു കേസ് പറയാം. നമ്മൾ എന്നും കൊണ്ടും വൈറലാവാൻ വേണ്ടി വീടുകളിൽ മാത്രം നിന്നിട്ട് ചെയ്തൊരു കാര്യമില്ല. ശരിയാ. ഉദാഹരണം, നമ്മളിപ്പോ കടപ്പുറത്ത് പോയിട്ട് അഴകേ ആലോചിച്ച് നോക്ക്. അടിപൊളിയായിരിക്കും. ചേച്ചി മാധുവായിട്ട് വരുന്നു, കടപ്പുറത്ത് ഞാൻ അശോകനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പുറത്തൊക്കെ ഇട്ട് ആ വേഷമൊക്കെ ചെയ്ത് റീൽസ് കയറി കത്തും. ശരിയല്ലേ? അതുപോലെ നമുക്ക് സുമുഹൂർത്തമാ സ്വസ്തി, അത് നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ വന്നിട്ട് ആ റീൽസ് ചെയ്താൽ കിടുക്കും. അല്ല, അത് ഹോട്ടൽ റൂമിൽ വെച്ച് ചെയ്യേണ്ട റീൽസ് അല്ലല്ലോടാ. അല്ല, പക്ഷെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്യാം. ഇത് തന്നെ ഒന്നും റീൽസ് ചെയ്യുമ്പോ ഒന്ന് ടച്ച് ചെയ്തു ഇഴുകി ചേരണം. അല്ല, ഇഴുകി ചേരണം, എന്നാലും വൈറലാവും. അതായത് വൈറലാവും. ഞാൻ റെഡിയാണ്. ചേട്ടൻ എന്താ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? വിളിക്കാതെ വന്നുകൊണ്ട് എനിക്കിതൊക്കെ കാണാൻ പറ്റി. ഈ തേപ്പും ഇതൊക്കെ കാണാൻ പറ്റി എനിക്ക്. അല്ല, ചേട്ടൻ വെറുതെ തൂക്കിട്ട് വെളിയിലിട്ട് നടക്കും. അതേപോലെ അല്ലല്ലോ, നമ്മളെ ചേച്ചിക്ക് ഒരു എന്റർടൈൻമെന്റ് അല്ലേ, അതുകൊണ്ടാണ് ചെയ്തത് അല്ലേ? ചേട്ടാ, ഞങ്ങള് വെറുതെ റീൽസ് ചെയ്തതായിട്ടാ. നിങ്ങൾ ഇങ്ങനെ റീൽസ് ചെയ്ത് അവരുടെ അവസാനം ഒരെണ്ണം റിലീസ് ആവും. പിന്നെ നാട്ടുകാർക്ക് ഞാൻ അറിയാൻ പോണത്. അപ്പൊ എന്റെ റിലേ പോയി അങ്ങനെ നടക്കണം അല്ലേ? ചേട്ടാ, ഇതൊക്കെ ഇപ്പൊ ട്രെൻഡ് അല്ലേ ചേട്ടാ? അതല്ല ട്രെൻഡ്, ഞാൻ പറയണത് ഇപ്പൊ റീൽസ് ചെയ്യാന്നൊക്കെ പറയണത് ഇപ്പൊ ട്രെൻഡ് അല്ലേന്ന്. അതെ, അയ്യോ അവളെ കാര്യമൊന്നും പറയണ്ട. അവക്കാണെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ്, ചേച്ചിക്കാണെങ്കിൽ ഡബിൾ ഇൻട്രസ്റ്റഡ്. ഇൻട്രസ്റ്റ് ഉള്ളിടത്തല്ലേ നമ്മൾ റീൽസ് ചെയ്യേണ്ടത്. അവക്കാണെങ്കിൽ ഞാൻ പലപ്പോഴും ആലോചിക്കും, അവളെ അങ്ങ് ഡൈവേഴ്സ് ചെയ്തിട്ട് ഇതിനെ അങ്ങ് ഇതേപോലെ റീൽസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു പെണ്ണിനെ കെട്ടിയാലോ എന്ന് വരെ ഞാൻ ആലോചിക്കും. മാത്രമല്ല, ചേച്ചി എന്റെ ഫോളോവേഴ്സ് ആണ്, ഞാൻ ചേച്ചിയുടെ ഫോളോവേഴ്സ് ആണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടല്ലേ കുറെ നാളുകളായി. നോക്കിക്കോ ചേട്ടാ, ഞാൻ ചേച്ചിക്ക് ഒരുപാട് ഫോളോവേഴ്സിനെ കൂട്ടും. എന്നിട്ട് ചേച്ചിയുടെ വീഡിയോയ്ക്ക് ഞാൻ ഒരുപാട് ലൈക്ക് മേടിച്ചു കൊടുക്കും. അടുത്ത പ്രാവശ്യം അന്ന് രാജസ്ഥാനിൽ പണിക്ക് പോയിട്ട് വരുമ്പോ ചേച്ചി നല്ല ഒന്നാം തരം വൈറലാവും. റീൽസ് ചെയ്യുന്നത് ഒരു കഴിവല്ലേ ഏട്ടാ? എന്നാ ആ കഴിവ് നിനക്ക് വേണ്ട. ഇത് ആരോട് പറയാൻ ചേട്ടാ? ഇത് വേറൊന്നുമല്ല, ഇവര് റീൽസ് ചെയ്യണ എന്തിനാണ്? വെറുതെ ഒരു സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയല്ലേ? വീഡിയോ തന്നെ സ്റ്റാറ്റസ് ഉണ്ടാക്കേണ്ടത്, ജീവിച്ച് കാണിച്ചാണ് സ്റ്റാറ്റസ് ഉണ്ടാക്കേണ്ടത്, അറിയോ? ചേച്ചി, ഞാനൊരു കേസ് പറയാം. ഇത് അടിച്ചാക്ഷേപിക്കാണ്. ചേച്ചിയുടെ ഉള്ളിലുള്ള കലയെ ഒരിക്കലും ഇങ്ങനെ എത്രയോ സ്ത്രീകളാണ് ഇവിടെ കേരളത്തിൽ അടുക്കളയിൽ മാത്രം കഴിവുകൾ ഒതുക്കി വെച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഒരിക്കലും കൊച്ചുങ്ങളുടെ ചന്തയും കഴുകി അടുക്കളയിൽ പാചകവും ചെയ്ത് ഇവർക്കൊക്കെ വെച്ച് വിളമ്പി കൊടുക്കാനുള്ളതല്ല ചേച്ചിയുടെ ഈ കലാഫീൽഡ്. ചേച്ചിയുടെ ഉള്ളിലൊക്കെയുള്ള കല ഇതേപോലെ നല്ലൊരു ഭർത്താവാണെങ്കിൽ ഒന്ന് കോട്ടീകരിച്ച് ഒന്ന് ചേർത്ത് വെച്ചു ഉയരങ്ങളിലേക്ക് പറത്തി വിട്ടാൽ നാളെ നീലാകാശത്തൊരു പട്ടം പോലെ ചേച്ചി പാറി പറന്ന് നടക്കും. എടാ, ഈ പട്ടത്തിന്റെ നൂലൊക്കെ പൊട്ടിച്ചറിഞ്ഞാണ്ടല്ലേ അത് ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കും. അവസാനം അറിയാണക്ക് അങ്കൂസിന്റെ നൂലാണെങ്കിൽ പൊട്ടത്തില്ലേ ചേച്ചി, നല്ല ടൈറ്റ് നിൽക്കും. അതാണ് കുഴപ്പം ചേച്ചി, വേറെ ഒന്നുമല്ല. എന്തിനാണ് നമ്മുടെ കലയെ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്? അങ്ങനെ ഒരു വേണ്ടാന്ന് വെപ്പ് നമുക്ക് വേണ്ട. ഏത് പ്രതിസന്ധിയിലും കലാകാരിയെ പോലെ ഉയർന്നു, ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ചേച്ചി ഇങ്ങനെ ഉയർന്നു പറന്നു വലിയൊരു കലാകാരിയായിട്ട് വരണം. പിന്നെ ദീപാവലിയാണ്, ഒരു പടക്കം പൊട്ടുന്ന ഒരു ഒച്ച കേട്ടു. അല്ല, ആകാശത്തേക്ക് പറന്നു കയറുന്നൊരു ഫീനിക്സ് പക്ഷി ഞാൻ അടിച്ച് താഴെ ആണല്ലേ? എന്താണ്, രാജസ്ഥാനിൽ വന്നതല്ലേ ഉള്ളൂ, ഇവിടെ കിടന്ന് ബഹളം വെക്കല്ലെന്ന്. ഒരു കാര്യം ചെയ്യാം, മെമ്പർ ഇവിടെ ഇല്ല, ഞാൻ മെമ്പറെ വീട്ടിൽ പോയി വെള്ളം ഉണ്ടാക്കി വരാം. ഞാൻ മെമ്പറെ വീട്ടിൽ പോയി വെള്ളം ഉണ്ടാക്കാം. എന്റെ വീട്ടിലാണ് ഞാൻ വെള്ളം ഉണ്ടാക്കുന്നത്. ഞാൻ ഈ വഴി കൂടെ പോയപ്പോഴത്തേന് ഞാനൊരു ജനപ്രതിനിധിയല്ലേ, ഞാനൊരു ഒച്ച കേട്ടു. ആ ഒച്ച കേട്ടപ്പോ ഞാൻ കയറി നോക്കിയതാണോ തെറ്റ്? ആണല്ലേ? ആണല്ലേ? അതെ അതെ. 79 വയസ്സായി എന്റെ അച്ഛൻ ഇവിടെ കിടന്ന് വെള്ളം കിട്ടാതെ വിളിച്ചു. ആ വിളി എന്ന് ആരും കേട്ടില്ല. ഇപ്പൊ എന്റെ പെണ്ണുപിള്ളയുടെ എന്നൊരു കരച്ചിലിട്ട് ഓടി വന്നേക്കണല്ലേ. ഇപ്പൊ നിന്റെ പ്രശ്നം എന്നാ? എവിടെ റീൽ ചെയ്യുന്നു? എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരോടൊപ്പം റീൽ ചെയ്യണത്. അവള് റീൽ ചെയ്യട്ടെ, അവള് ഒരു പരുന്തിനെ പോലെ പറന്ന് പറന്ന് ആകാശത്തേക്ക് ഉയരട്ടെ. ആകാശത്തേക്ക് നേരത്തെ പറന്നു വരാൻ ശ്രമിച്ച ഒരു ഫീനിക്സ് പക്ഷി ഞാൻ അടിച്ചു താഴെട്ടായിരുന്നു. ഇനി പരുത്തിന് ആകാശത്തേക്ക് ഉയരപ്പെടണോ? എന്നോട് ദേഷ്യമുള്ളവര് എന്നെ കണ്ടാ കഴിച്ചു നിൽക്കുന്നവർ മൊത്തം ഇവളോട് റീൽ ചെയ്യാണ്. ഇറച്ചി വിട്ടാരൻ ബഷീർ
ഞാൻ ഒരിക്കൽ കട ചെന്നിട്ട് ഇറച്ചി ചോദിച്ചു. ഇറച്ചി എന്നോട് വെച്ച് കരളോടെ താടാ എനിക്ക് എന്ന് പറഞ്ഞ തന്നില്ലവേ. അവൻ ഞാൻ ആശാൻ നിൽക്കുമ്പോ എവളോട് റീൽ ചെയ്തിരിക്കുന്നു, കരളേ നിൻ കൈ പിടിച്ചാൽ. കലാരംഗത്ത് അവൾ ഉയരാൻ നീ സമ്മതിക്കത്തില്ല, അതാണ് പ്രശ്നം. ഞാൻ തന്നെ എത്ര റീൽ ഇപ്പൊ അവിടെ ചെയ്തിരിക്കുന്നു. ഞാനിപ്പോ പഞ്ചായത്തിൽ ചെല്ലുമ്പോ ആൾക്കാർ പറയുന്നത് എന്നാന്നറിയോ, രാമനാഥൻ വന്നിരിക്കുന്നു, രാമനാഥൻ വന്നിരിക്കുന്നു. മെമ്പർ പേര് സൂടനല്ലേ? എന്റെ പേര് സൂടനാ, പക്ഷെ ഞാൻ റീൽസ് ചെയ്തപ്പോ എന്റെ കഥാപാത്രത്തിന്റെ പേര് രാമനാഥായിരുന്നു. ഇപ്പൊ പഞ്ചായത്ത് മുഴുവൻ എന്നെ അറിയപ്പെടുന്നത് രാമനാഥാണ്. അത് ശരി. അപ്പൊ ചുരുക്കി പറഞ്ഞാ എന്റെ കെട്ടിയോളോടൊപ്പം ഈ നാട്ടിൽ റീൽ ചെയ്യാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, നീ കൂടെ റീൽ ചെയ്യ്. അതാണ് വേറൊരു വിഷയം. ഞാൻ പറയട്ടെ, ചേച്ചിക്ക് എന്തായാലും റീൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ചേട്ടനാണെങ്കിൽ എന്താ ചേച്ചി വേറെ ആൾക്കാരോട് കൂടെ റീൽ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു. അപകർഷതാബോധം. അപ്പൊ നിങ്ങൾ റീൽ ചെയ്യണം. നമ്മളൊന്നും ആവാതിരിക്കുന്നുണ്ട്. എനിക്ക് താല്പര്യം. ചേട്ടൻ അഥവാ റീൽ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ചേച്ചിയോട് റീൽ ചെയ്യാൻ വരുമോ? ഇല്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും തരംഗം സൃഷ്ടിക്കാം. പഞ്ചായത്ത് കലോത്സവമൊക്കെ വരുവാണ്, ആലോചിച്ച് നോക്ക്. റീൽ ചെയ്യ്, പ്രശസ്തനാകും. അതെ, വൈറലാവും കേട്ടോ, വൈറലാവും. നമ്മുടെ ലോകം മുഴുവൻ അറിയും. വേറെ കേട്ടോ, ആദ്യം കുറച്ച് റീൽസ് ഒക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെ അഭിനയിക്കണം. ക്യാമറയുടെ ഏത് ആംഗിളിൽ നിൽക്കണം, ഏത് ഫിൽറ്റർ ഇട്ട് ചെയ്യണം, പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിന്റെ വീഡിയോ പിടിക്കാം. ഒരു കാര്യം ബാബുട്ടാ, ഞാൻ പറയാം, ഈ റീൽസ് അറിഞ്ഞൂടാ. അപ്പൊ ആദ്യം ഒരു കാര്യം ചെയ്യാം. അതിന്റെ തുടക്കം ഞാനും ചേച്ചിയും കൂടെ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ എന്നാ ബാബുട്ടാ എന്ന് പറയുന്നിടത്ത് കറക്റ്റ് സമയത്ത് അതെ അതെ, അത്രേ ഉള്ളൂ. മെമ്പർ പിടിക്കുവോ? പിന്നെ അപ്പൊ ബാബുട്ട പട്ടാനകത്ത് കിടപ്പുണ്ട്. എന്നെ വിളിക്കണേ, മെമ്പർ എന്നെ വിളിച്ചോളാം. പടവുകൾ കയറി പറ്റാൻ പോവല്ലേ. ഇട്ടോ റെഡി. എന്റെ വിളി കേൾക്കണ ആരെങ്കിലും? എന്താ ചേട്ടാ? എന്റെ വിളി കേൾക്കണ ആരെങ്കിലും? അയ്യോ, കേറിയായിരുന്നോ? നന്നായിട്ട് കേറി. വഴി കയറിയത് ഞങ്ങളാരും കണ്ടില്ലല്ലോ. അതങ്ങനെ കാണാൻ പറ്റൂലടാ, അനുഭവിച്ചാലേ അറിയാൻ പറ്റൂ. കറക്റ്റായിട്ട് കയറിയായിരുന്നോ? നീ ഇവിടെ റീലെന്നും പറഞ്ഞു വന്നാ പിന്നെ അടിച്ചു. അയ്യോ ഇല്ല ചേച്ചി, കോട്ടയം ഭ്രാന്താ ചേച്ചി. ഇനിയെങ്കിലും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ നോക്കുക. ഈ ഭ്രാന്തന്റെ ഒക്കെ കൂടെ ജീവിക്കാതെ ഒരു കലാകാരിയല്ലേ. മര്യാദയ്ക്ക് പെട്ടി കേൾക്കണോ? ഇനി മേലെ റീലെന്നും പറഞ്ഞു ഇവിടെ അറിഞ്ഞാ നിർത്താൻ. ഞാനൊരു സ്ത്രീയാ, അടുക്കാൻ നിന്ന് അരങ്ങത്തേക്ക് എന്നെ വരാൻ സമ്മതിക്കില്ലല്ലേ. ഈ സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇവിടെ കിട്ടില്ലേ? എനിക്ക് സ്വാതന്ത്ര്യം വേണം, അതിനു വേണ്ടി ഞാൻ പോരാടും. പാവുണ്ട്, ആ പെങ്കൊച്ച് വിഷമിച്ചാ പോയ കേട്ടോ. ഞാൻ വിഷമിച്ചതും എനിക്ക് നീര് ഒന്നും നിനക്ക് കുഴപ്പമില്ലല്ലോടാ. വിഷമിച്ചാ പോയ. എല്ലാവരുടെ കളി ഞാൻ നിർത്തുന്നുണ്ട്, എല്ലാം നിർത്തുന്നുണ്ട്. ഞാൻ തയ്യാറെടുത്ത് വന്നേക്കാ. അവിടെ നിന്ന് ഓരോ റീല് കാണുമ്പോൾ ഞാൻ ഓരോ തീരുമാനം എടുത്തോണ്ടിരുന്നു. ഇത് നിർത്തുക. ഞാൻ രാജസ്ഥാനിൽ നിൽക്കുമ്പോ തന്നെ അവിടെ ഇത്രയും പാടും. അപ്പൊ ഞാൻ ദുബായ് പോയി അവസാനിച്ചിരിക്കണം. റീൽസിന്റെ സംസ്ഥാന സമ്മേളനമായിരിക്കും. അതുകൊണ്ട് എനിക്ക് എന്റെ ഒരു കൂട്ടർ ഒരു വിസാരാന്ന് പറഞ്ഞിട്ടുണ്ട് ദുബായ് പോകാനായിട്ട്. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്താവും? റീൽസിന്റെ സംസ്ഥാന സമ്മേളനം അതേ സമ്മതിക്കൂല. ഞാനൊരു തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? എന്റെ മനസ്സില് നമ്പറെടുത്ത് പറയാം, ഇനി പറയാലോ, കുഴപ്പമില്ല. എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. അതായത് ഞാൻ പോണില്ല, ഞാൻ ഇവിടെ നിൽക്കും, എന്നിട്ട് അവളെ ദുബൈയിൽ പറഞ്ഞു വിടും. എങ്ങനെ? ഞാൻ ഇവിടെ നിൽക്കും, എന്നിട്ട് അവളെ ദുബൈയിലേക്ക് പറഞ്ഞു വിടും. എങ്ങനെയുണ്ട് ഐഡിയ? അതായത് പരിപ്പോടെ ആഗ്രഹിച്ച കൊച്ചിന് നീ ഷവായി ചിക്കൻ മേടിച്ച് കൊടുക്കുന്നു.